സംഘടനയുടെ അഡ്രസ്സ് എങ്ങനെയാണ്? വേൾഡ് സോഷ്യൽ റൈറ്റ്സ് കൗൺസിൽ ആലുവ, WSRC ആലുവ. ഓഫീസ് ആലുവയിലാണോ? ആലുവയിലാണ്. ആലുവയിൽ എവിടെയാണ്? ആലുവ പറവൂർക്കവല. ഫോൺ നമ്പർ 8921002513. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സംഘടന ചെയ്യുന്നത്? സംഘടന മനുഷ്യനും പരിസ്ഥിതിക്കുമെതിരായിട്ടുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക എന്നതാണ് സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ജാതി, മതം, രാഷ്ട്രീയം എന്നതിലപ്പുറം മനുഷ്യനൊരു സംഘടന എന്നതാണ് വേൾഡ് സോഷ്യൽ റൈറ്റ്സ് കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. രജിസ്റ്റേർഡ് സംഘടനയാണോ? രജിസ്റ്റേർഡാണ്. ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കാനുള്ള രജിസ്ട്രേഷൻ നമുക്കുണ്ട്, അനുമതിയുണ്ട്. ഏത് ഇയറിലാണ് രജിസ്റ്റർ ചെയ്തത്? രജിസ്റ്റർ ചെയ്ത് 2023 കഴിഞ്ഞ വർഷമാണ്. സൊസൈറ്റീസ് ആക്റ്റാണ്? അതെ. ഇനിയിപ്പോൾ NGO ആക്കി മാറ്റാനുള്ള പരിപാടിയാണ്. ഇനി ഡൽഹി പോകണം. അല്ല, NGO അല്ലേ? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ NGO ആവുമല്ലോ. ഇപ്പോൾ എല്ലാം ഒരുപോലെയാണെന്നാണ് പറയുന്നത്. ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഭാവി പ്രവർത്തനങ്ങൾ നമ്മുടെ മയക്കുമരുന്നിനെതിരെ, കുട്ടികളെ ബാധിക്കുന്ന മയക്കുമരുന്നിനെതിരെ നമ്മുടെ വരും തലമുറയെ ഇല്ലാതാക്കുന്ന മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ അതിശക്തമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ്. അതോടൊപ്പം കാർബൺ വ്യാപനത്തിനും നമ്മുടെ പരിസ്ഥിതിക്ക് നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളികൾക്കും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഈ കാർബൺ ക്രെഡിറ്റ് ഫാർമേഴ്സിന് കിട്ടുന്നതിനുള്ള എന്തെങ്കിലും നടപടികൾ പ്ലാൻ ചെയ്യുന്നു? അതും പഠിച്ചു വരുവാണ്. അതെങ്ങനെ നമുക്ക് അതിനെ എങ്ങനെ നമുക്ക് മനുഷ്യന് ഉപകാരപ്പെടുത്താം എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണ്. സിസ്റ്റർ ഞങ്ങളെ നയിക്കണം. അതിന് ഞങ്ങളുടെ സംഘടനയുടെ ഒരു രക്ഷാധികാരിയായിട്ടിരിക്കണം. ഞങ്ങളുടെ സംഘടന മോശം ചെയ്തിട്ട് സിസ്റ്റർ ആരുടെ മുമ്പിൽ തലവെക്കേണ്ടി വരിക. മോശമൊന്നുമില്ല, രക്ഷാധികാരിയൊന്നും ആവുന്നില്ല. നിങ്ങളുടെ കൂടെ ഒന്നിച്ച് അല്ല, ഒരു രക്ഷാധികാരി ആവുമ്പോൾ സിസ്റ്ററെ പോലെ ഒരാളുണ്ടപ്പോൾ നമുക്കതൊരു മാതൃകയാണ്. വേറെ ഒന്നും ചെയ്യണ്ട, ഞങ്ങളിവിടെ വന്നതല്ല, ആ സ്ഥാനം ഒന്ന് കേൾക്കണം. റിക്വസ്റ്റാണ് അല്ലേ? നമുക്കൊക്കെ അത്രയും, എനിക്കങ്ങനെയൊന്നും വലിയ കാര്യങ്ങളൊന്നും പറയാനോ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. നമ്മളെ തന്നേക്കുന്ന 2 കൈകൾ. അല്ല സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതി, നമ്മൾ ചെയ്യാം, നമുക്ക് ഒന്നിച്ച് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു പണിയും സിസ്റ്റർ തരികയല്ല, ഒരു പേരുദോഷവും വരുത്തിയല്ല. പേരുദോഷമൊന്നുമില്ല. നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാം നന്മയ്ക്കായിട്ട്. സംഘടന എന്ന് പറയുമ്പോൾ നമ്മൾ നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുക. അപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയാണ്. കേരളം ഇപ്പോൾ നേരിടുന്ന കാർബൺ വ്യാപനമായാലും കാലാവസ്ഥാ വ്യതിയാനമായാലും അതിതീവ്ര മഴയായാലും കൊടും വേനലായാലും ഇതിനെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു മതസംഘടനയോ അഡ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമേ ആയിരുന്നില്ല. അല്ല, അവർ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട് അവരുടെയാണ് ഈ പാറമടകളിൽ അധികവും എല്ലാം ബിനാമിയാണ്. പുറത്ത് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കിട്ട് കിട്ടും, എന്നാലും വേണ്ടിയില്ല. മരണം ഒരു പ്രാവശ്യം രൂപ. നമ്മൾ പാറമടയ്ക്കൊക്കെ പോയിരുന്ന സമരം ചെയ്തിട്ടുണ്ട്. പല പാറമടയ്ക്ക് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പോയിരുന്നത്. പക്ഷേ മനുഷ്യർക്കറിയാം നമ്മൾ ബിനാമിയല്ല, ഇങ്ങനത്തെ ആളുകളല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് എത്ര ദിനം ഒരുപാട് പേര് ഇപ്പോൾ മീനിച്ച് നദി സംരക്ഷണ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇന്നും വാട്സപ്പിൽ വരുന്നത് എന്തോരം മെസ്സേജുകളാണെന്നറിയാം. അപ്പോൾ അതിൻ്റെ നമ്മൾ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു സാറ്, സെൻറ് ജോസഫ് കോളേജിൽ സാറായിരുന്നു. സാറിപ്പം 100 വയസ്സായി. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പറയുന്നത് തന്നെ ഒരു മിനിറ്റ്. സിസ്റ്റം നോക്കി ചീറ്റി അതിന് വരെ ഉണ്ട്. അത്ര ഇതായിട്ട് അല്ല, ഇത്രയും ശമ്പളം കൊടുക്കുന്നില്ല. പക്ഷേ കർണാടകത്തിലും തമിഴ്നാട്ടിലും 200 യൂണിറ്റ് വരെ വൈദ്യുതി ഫ്രീ ആണ്. ഞങ്ങൾ 85 രൂപയാണ് ഞങ്ങളുടെ വാട്ടർ ചാർജ്. ഇപ്പൊ ഞങ്ങൾക്ക് വരുന്നത് 900 രൂപ. കർണാടകത്തിലും തമിഴ്നാട്ടിലും സ്ത്രീകൾ കർണാടകത്തിലും തമിഴ്നാട്ടിലും സ്ത്രീകൾ ബസ്സൊക്കെ ഇരുന്നാൽ മതി. ഇവിടെ അതിനും ടിക്കറ്റ് കൊടുക്കും.
ഇവരെ ചവിട്ടി ദൂരെ കൊടുക്കും. നമുക്ക് ദൈവം നമുക്ക് തന്നതുപോലെ ഒരു വരം കൊടുത്ത വേറൊരു സംസ്ഥാനം ഇല്ല ഇല്ല ഇല്ല. ആലപ്പുഴ ജില്ല മാത്രം മതി കേരളത്തിലെ സിംഗപ്പൂർ പോലെ ആക്കാൻ വേണ്ടി. ഒരേ ഒരു ഇത് കരിമണൽ പരസ്യ ലേലത്തിൽ വരും. കേരളത്തിലെ ഈ ആറന്മുള പിന്നെ ഈ കരിമണലുള്ള മേഖലയുണ്ട്. അവിടെ നിന്ന് അയാളുടെ പേര് പിന്നെ അയാളുടെ കമ്പനിയുടെ ജനങ്ങൾക്ക് നൽകാനൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവം നമുക്ക് ദാനമായി തന്ന ജീവിതത്തിൽ ദാനമായി കൊടുക്കുക. അതുപോലെ നമ്മൾ മലിനീകരണം ഒരിക്കലും നമ്മൾ ജലമലിനീകരണം എവിടെ മലിനീകരണം തടയാൻ നമ്മൾക്ക് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതൊരു വലിയ സന്ദേശമാണ് നമുക്ക് ദൈവം നല്ലതിലേക്ക് നമ്മൾ കൊടുക്കാനും. അതുപോലെ തന്നെ വേസ്റ്റ് റോഡിലേക്ക് വലിച്ചെറിയുക, ആറ്റിലേക്ക് വേസ്റ്റ് വലിച്ചെറിയുക, അതിന് നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് നമ്മൾ നിക്ഷേപിക്കുക. എന്ന് നമ്മൾ രോഗങ്ങളെ തടയാൻ പറ്റും. ഒത്തിരി പരിസ്ഥിതി നമ്മൾ രോഗങ്ങളെ ഒരുപാട് ഈ വേസ്റ്റ് വഴിയായിട്ടും, അതായത് നമ്മൾ വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് രോഗങ്ങളുണ്ടാകും. അപ്പോൾ രോഗങ്ങളെ നമുക്ക് തടയാൻ സാധിക്കുന്നത് നമ്മൾ വൃത്തിയായിട്ടുള്ള നമ്മുടെ ശരീരശുദ്ധി പോലെ തന്നെ പ്രകൃതി എല്ലാവരും വൃത്തിയായി സൂക്ഷിക്കാം. ഫോൺ നമ്പർ പറയാം. 94284760. അഡ്രസ്സ് ഇപ്പം ഇത് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് ഉഷസ്, കളക്ടറേറ്റ് വിയോ, കോട്ടയം 2. അതേപോലെ പ്രകൃതിക്ക് നേരെ ഇത്രയും വലിയ കയ്യേറ്റം നടന്ന വേറൊരു സംസ്ഥാനവും ഇല്ല. ഇപ്പം നമ്മുടെ ശോഭ സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും പിന്നെ ഭയങ്കരമായിട്ടും ഊറ്റം കൊള്ളുന്നൊരു സാധനം. തൃശ്ശൂർ 86 ഏക്കർ സ്ഥലം, തണ്ണീർത്തടം, വയൽ നികത്തിയിട്ടാണ് ശോഭ സിറ്റി ഉണ്ടായത്. ശോഭ സിറ്റിക്ക് ബിൽഡിങ് പണിയാനുള്ള മുഴുവൻ രേഖകളും വ്യാജമാണ്. അതൊരിക്കലും ശരിയായ ഒരു ഗവൺമെൻറ് അനുമതിയല്ല. പണമുള്ളവന് ഇവിടെ എന്തും ചെയ്യാം. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന് പറയുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ തൃശ്ശൂർ ICUവിൽ വരെ വെള്ളം കയറി, വെള്ളത്തിന് ഒഴുകാൻ സ്ഥലമില്ല. അവിടെ പാലക്കാട് ജില്ലയിലെ അതേ ചൂടാണ്. കാരണം 86 ഏക്കർ എന്ന് പറയുന്ന ചെറിയ ഒരു ഏരിയയാണ്. ഇപ്പം നമ്മുടെ വേൾഡ് സോഷ്യൽ റൈറ്റ്സ് കൗൺസിൽ സുപ്രീം കോടതി പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അത് പൊളിച്ചാൽ കേരളത്തിൽ ഈ നിയമലംഘനത്തിനൊരു പരിധി വരെ തടയിടാൻ പറ്റും. കാശുള്ളവൻ എന്ത് ചെയ്യാന്നുള്ള ഒരവസ്ഥയാണ്. ഞാൻ ആണ് ഏറ്റവും ആദ്യമായിട്ട് യൂസഫലി സാഹിബിൻ്റെ കൺവെൻഷൻ സെൻറ്ററിനെതിരെ രംഗത്ത് വന്നു 2016. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് പ്രതിപക്ഷ നേതാവ് PS ആയിരുന്നു, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു. ഈ പാർട്ടികളെല്ലാം കൂടെ കൂടിയിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിനുള്ളതൊക്കെ വാങ്ങിയിട്ട് കണ്ണടച്ചു. 26 ഏക്കർ ഭൂമി, അതായത് കൊച്ചി പട്ടണത്തിൻ്റെ നടുക്ക് 1 സെൻറ്റിന് 1 കോടി രൂപ വരെയുള്ള ഭൂമി വെറും 26 കോടി രൂപയ്ക്ക് 30 വർഷത്തേക്ക് ലീസിന് കൊടുത്തു. ആലോചിച്ച് നോക്കി. മലയോരത്തൊന്നുമല്ല, കുന്നുംപുറത്തുമല്ല, കൊച്ചിയുടെ നടുക്ക്. അപ്പോൾ ഇങ്ങനെ കാശുള്ളവരെല്ലാം കൂടെ കൂടിയിട്ട് കേരളത്തിൽ ജീവിക്കാൻ കൊള്ളാത്ത സംസ്ഥാനമാക്കി മാറ്റിയതിനെതിരെ പ്രതിരോധിക്കാനാണ് വേൾഡ് സോഷ്യൽ റൈറ്റ്സ് കൗൺസിൽ തുടങ്ങി. ഇപ്പോൾ സിസ്റ്ററിന് അറിയാം, 1000കണക്കിന് പാറമടകൾ നമ്മുടെ സംസ്ഥാനത്ത്. നമ്മൾ 2019 ഓഗസ്റ്റ് 8-നാണ് കവളപ്പാറ എന്ന് പറഞ്ഞ കുന്ന് അങ്ങനെ അങ്ങ് ഇടിഞ്ഞ് ഒലിച്ചു പോയി. 60 പേരെയാണ് അതിൽ ജീവൻ നഷ്ടപ്പെട്ടത്. പട്ടി, പൂച്ച എന്ന് വേണ്ട സർവ്വ ജീവജാലങ്ങളും നഷ്ടപ്പെട്ടു. അതിൽ 11 പേരുടെ ബോഡി കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്നിട്ടും നമുക്ക് ഈ പാറമടകൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് പറ്റിയിട്ടില്ല. നമ്മുടെ നദികൾ എവിടെയാണ് ഉള്ളത്? ഭാരതപ്പുഴ എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഭാരതപ്പുഴ മഴ പെയ്യുമ്പോൾ മാത്രമുള്ളൊരു സ്ഥലമാണ്. അല്ലാത്തപ്പം വരണ്ട് കിടക്കുകയും. നമുക്ക് ശുദ്ധജലമല്ല സിസ്റ്ററെ, വെള്ളം തന്നെ ഇല്ല. ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ബാംഗ്ലൂർ ഉപമുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഉള്ള കുഴക്കിണർ 3000 അടി താഴ്ചകളാണ്. ഇപ്രാവശ്യം അവിടെ വെള്ളം കിട്ടിയിട്ടില്ല.
അടുത്ത 10 കൊല്ലത്തിനിടയിൽ ബാംഗ്ലൂർ സിറ്റി എന്ന് പറയുന്നത് ജീവിക്കാൻ കൊള്ളാണ്ടാവും. കാരണം വെള്ളമില്ലാണ്ട് ജീവിക്കാൻ പറ്റിയ മനുഷ്യന് വേറെ എന്തൊക്കെ സൗകര്യം ഉണ്ടായാലും എത്ര IT കമ്പനി ഉണ്ടെങ്കിലും വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ വേനൽക്കാലത്ത് ബാംഗ്ലൂർ ടൗണിൽ കാറുകൾ കഴുകരുതെന്ന് സർക്കാർ പറയേണ്ട അവസ്ഥ വരും വെള്ളമില്ലാത്തത്. അപ്പോൾ നമ്മളുണ്ടല്ലോ കേരളം ഇപ്പോൾ UN ഒരു മുന്നറിയിപ്പുണ്ട് സിസ്റ്ററെ അറിയാമായിരിക്കും. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അടുത്ത 10 കൊല്ലം കൊണ്ട് മനുഷ്യരാശി തന്നെ ഇല്ലാണ്ടാകുന്നവർ. കാരണം വെള്ളം ഉണ്ടായില്ലെങ്കിൽ കാർബൺ വ്യാപനം ലോകത്തെ എല്ലാ രാജ്യങ്ങളും വലിയൊരു വിഷയമായിട്ട് എടുത്തിട്ടുണ്ട്. ഫ്രാൻസിലെ പ്രധാനമന്ത്രി സൈക്കിളിൻ്റെ ഓഫീസിൽ പോയി. ഇറ്റലിയിലെ പ്രധാനമന്ത്രിയുടെ കൂടെ അല്പദൂരം നടക്കാൻ ബാക്കിയെങ്കിൽ കിട്ടിയ ഒരു കന്യാസ്ത്രീ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയാണ്. കാരണം നടന്ന് ഓഫീസിൽ പോകുന്നു. ഇവിടെ ഒരു ഇട്ടാവട്ടം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് പുറത്തിറങ്ങണേ 50 വണ്ടിയുടെ അകമ്പടി. നമ്മുടെ വീടുകളിലെല്ലാം കേരളത്തിലെ വീടുകളിലെല്ലാം 4-5 കാറുകൾ. ഇതുണ്ടാക്കുന്ന കാർബൺ ആണ് നമ്മൾക്ക് ഇത്ര കൊടിയ ചൂടിൻ്റെ കാരണം. തെറ്റുണ്ട തിരുത്തണം. ആ രീതിയിൽ കേരളത്തിൽ ഭരിക്കുന്നവരോ പ്രതിപക്ഷത്തിരിക്കുന്നവരോ വരാൻ പോകുന്ന ഈ വിപത്തിനെ കുറിച്ച് ബോധവാന്മാരാണ്. പണ്ടൊക്കെ എല്ലാവരുടെയും വീട്ടിൽ സൂര്യൻ്റെ ഞാൻ ട്രെയിനിൽ വന്നപ്പോഴേ ഒരാൾ എനിക്ക് നന്നായിട്ട് ക്ലാസ് എടുത്തു. നല്ല അറിവുള്ളൊരു മനുഷ്യനാണ്. വെള്ളം പറയാം. നദീ സംരക്ഷണ സമിതിയിൽ ഇപ്പോൾ എത്ര അംഗങ്ങളുണ്ടാവും? നദീ സംരക്ഷണ സമിതിയിൽ എനിക്ക് പറയാൻ ആയിരമൊന്നും അല്ലായിരിക്കും, ഒരുപാട് പേരുണ്ട് ഇപ്പം. കാരണം സ്കൂൾ കുട്ടികൾ തന്നെ ഒരു സ്കൂളുകൾ അൽഫൻസ കോളേജ് പാരാൻ്റെ സർവ്വ സ്കൂളുകൾ പൂഞ്ഞാറ് ഇപ്പോൾ AB പുണ്ടിക്കുളം എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ ഒരു ചുക്കാൻ പിടിച്ച് പുഞ്ഞാറ് പുള്ളി MSW പഠിച്ചതിന് ശേഷം ഇതിന് നല്ലൊരു ലീഡ് എടുത്തു. പിന്നെ ഒരു ഡോക്ടർ രാമേന്ദ്ര സാറ്, അതായത് പുള്ളി ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. മട്ടന്നൂരും പിന്നെ പൊൻകുന്നത്തുമൊക്കെ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. ഇപ്പോഴും ഇതിലേക്കൊക്കെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിയും ഇപ്പോൾ ഒരു ചുക്കാൻ പിടിക്കുന്നതിൽ നല്ലതായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ആരുടെ മുന്നിലും എവിടെയും പറയേണ്ടത് ഏത് വ്യക്തികളുടെ മുന്നിൽ സംസാരിക്കുന്നില്ല, വലിയവരുടെ മുന്നിൽ സംസാരിക്കേണ്ടതെല്ലാം സംസാരിക്കാവുന്ന ഒരു വ്യക്തിയാണ്. കിടങ്ങൂർ ഞങ്ങൾ സാറിൻ്റെ വീട്ടിൽ വെച്ച് മീറ്റിംഗ് കൂടാറുണ്ട്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് മീറ്റിംഗ് കൂടാറുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് വലിയ മീറ്റിംഗ് കൂടാറുണ്ട്. ഇതുപോലെ വലിയ മുഴുവനപ്പം അറിയത്തില്ല. പോവായിരുന്നു. അപ്പം നമ്മളൊരു പ്രവർത്തനം എന്ന് പറയുന്നത് കൃത്യം നമ്മളൊരു നദീ സംരക്ഷണ സമിതി മാത്രമല്ല, ഒരു സോഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ്. നമ്മളെവിടെയും നമ്മളെ ഒരു ആവശ്യമുണ്ടെന്ന് കാണുവാണെങ്കിൽ അവിടെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളത്. ഹോസ്പിറ്റലിലാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റികൾക്കാണെങ്കിലും ക്യാഷ്വാലിറ്റി എന്തെങ്കിലും വരുവാണ് പറ്റുന്നിടത്തൊരു ബസ് ആക്സിഡൻ്റൊക്കെ വരുമ്പം സഹായിക്കാൻ വേണ്ടി ചെയ്യും. പിന്നെ അതുപോലെ ഈ പുറത്തിറങ്ങിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇതുപോലെ തന്നെയാണ്. പിന്നെ വീടുകളിൽ പോവും. ക്ലാസ് കൊടുക്കാൻ ഇഷ്ടം പോലെ പോകുമായിരുന്നു. അപ്പോൾ ഏത് ടോപ്പിക്കെന്ന് പറയുകയാണെങ്കിൽ ഏത് ടോപ്പിക്ക് എന്നാലും തമ്പുരാൻ എനിക്ക് തന്നേക്കുന്ന കഴിവനുസരിച്ച് അതനുസരിച്ച് ഞാൻ ക്ലാസ് എടുക്കാൻ പോകും. എനിക്കൊരു അയൽപ്പറ്റിയിലോ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും പറ്റി ഒരു ഇൻ്റർനാഷണൽ എൻവയറമെൻറ്റ് കൺവെൻഷൻ നടത്തും, വലിയ തോതിൽ. അതിന് ക്ലാസ് എടുക്കാൻ പറ്റിയ ഇൻ്റർനാഷണൽ കണക്ഷൻ സിസ്റ്റത്തിൻ്റെ കണക്ഷൻ നമുക്കൊന്നും കിട്ടുകയും ടിക്കറ്റൊക്കെ ഇട്ട് കൊടുത്താൽ വരുന്ന ആൾക്കാർ ഈ ഫീൽഡിലുള്ളവർ. അതിലെന്നെക്കാളിലും എന്നോട് പ്രവർത്തിക്കുന്ന ഡോക്ടർ രാമേന്ദ്ര സാറ്, കാണാൻ ഒരു ദിവസം നമുക്ക് രാമേന്ദ്ര സാറ്, AB പുണ്ടിക്കുളം, പിന്നെ ഒരു ജോർജ് കടപ്പിളാക്കൾ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. പുള്ളി പൂനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുതൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഈ രാറ്റുപേട്ടയിലുണ്ട്. പുള്ളിയുടെ വീടും പൂഞ്ഞാർ തിക്കോ ഭാഗമാണ്. അതിൻ്റെ ടോട്ടലാണ് പറയുവാണെങ്കിൽ, അതായത് 2008 ബെസ്റ്റ് നേഴ്സ് ഇൻ ഇന്ത്യ പ്രതിഭ പാട്ടേലിൻ്റെ. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ എടുത്തുകൊണ്ട് എല്ലാവരും ഇല്ല, കുറേ എല്ലാം പേപ്പറുകളിൽ വന്നതൊക്കെ ഉണ്ട്.
ബെസ്റ്റ് നേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ള ഒത്തിരി വർഷം കൂടി ഇങ്ങനെ ആദ്യം സൺഡേ സപ്ലിമെന്റ് ഉണ്ടായിരുന്നു. ഒത്തിരി എല്ലാ ഇംഗ്ലീഷും മലയാളവും ഹിന്ദി ഹിന്ദി എല്ലാ പേപ്പറുകളും ഉണ്ടായിരുന്നു. കുറച്ച് കട്ടിങ്സ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്, ഞാൻ എടുത്തു വെച്ചെന്ന് പറയാം. വായിച്ചിട്ടുണ്ട്. മാതൃഭൂമി സൺഡേ മലയാളം സൺഡേ സപ്ലിമെന്റ് ഇന്ന് രണ്ട് മഹാസംഭവങ്ങൾ നടക്കുക. ജേക്കബ് സാറേ ഇന്ന് രണ്ട് മഹാസംഭവങ്ങൾ നടക്കുക. ഒന്ന് സിസ്റ്ററിനെ പോലെ പരിസ്ഥിതിക്കും മനുഷ്യനും വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാളെ പരിചയപ്പെട്ടു. രണ്ട് സ്കൂൾ തുറക്കുന്ന ഉത്സവമാണ്. അത് പ്രതിഭ പാട്ടീലിൽ നിന്ന് അവാർഡ് കിട്ടുമ്പം എൻ്റെ ബ്രദർ അന്തോച്ചിന് അതിനകത്ത് ഈ കുറച്ച് ഫോട്ടോസ് ഇട്ട് പോകുന്നത് ഈ ഫോണിൽ തന്നെ ഈ 50 മിനിറ്റ് എല്ലാവരും ഫോട്ടോ എടുക്കാം. സിസ്റ്റർ ഞങ്ങൾ വേണ്ടെന്ന് പറയും. അതുകൊണ്ട് തീർച്ചയായും സൗകര്യപോലെ നിന്ന് എടുക്കുക ഫോട്ടോ എല്ലാവരും കിട്ടുന്നു. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും വേണമെന്ന് പറയും. പിന്നെ അധികം താമസിയാതെ അവരിവിടെ വന്നു. അന്ന് ഞാൻ 2008 പ്രതിഭ പാട്ടീലിനെ കോൺഗ്രസ് പിടിക്കുന്ന സമയം മൻമോഹൻ സിംഗ് അല്ല അതിന് ശേഷം മുഞ്ഞാൻ്റെ എൻ്റെ പൊന്നാൻ്റെ എനിക്കൊരു ഫോട്ടോയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇതിനകത്ത് വേറെ ഇത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടേ ഇതുണ്ടോ, ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഏരിയയിൽ അവിടെ വിളക്കില്ല, മണ്ണെണ്ണ വിളക്കേ ഉള്ളൂ. കുട്ടികൾക്ക് പഠിക്കാനുണ്ട് ബുദ്ധിമുട്ട്. അപ്പോൾ മൂന്നലവിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് പോകണം. അപ്പം ഞങ്ങൾ പറഞ്ഞു മൂന്നലവ് പഞ്ചായത്ത് അവിടെ. അപ്പോൾ പഞ്ചായത്തിൻ്റെ മുമ്പ് നമുക്കൊരു ധർണ സംഘടിപ്പിക്കാം. അത് വിൽക്കാൻ പോകുന്നത് മാർച്ച് 8 ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. അന്ന് കൃത്യം ആ ദിവസം ബന്ധായി. പക്ഷേ വാഗക്കാട് നിന്ന് അവരാരണ്ട് എല്ലാവരും കൂടി ഒരു കാറ് കൊണ്ടുവന്ന് ഞാനും എൻ്റെ സഹപ്രവർത്തകർ 3 പേരെയും കൂടെ വളച്ച് ചുറ്റിയൊക്കെ ഒന്ന് കാറ് വന്നുകൊണ്ട് ഞങ്ങൾ മൂന്നിലെ പഞ്ചായത്തിന് മുന്നിൽ കുറച്ചൊരാത്തോട്ട് കയറി പോകണം. അവിടുന്ന് ഇവരുമായിട്ട് മണ്ണെണ്ണോളക്കം പിടിച്ച് നാട്ടുകാരെല്ലാം വന്ന് റെഡിയാക്കി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പഞ്ചായത്തിന് മുമ്പിൽ നിന്ന് മൂന്നിലെ പഞ്ചായത്ത് പുരോഗമിച്ച് കോട്ടായിരുന്നു. ഒറ്റയ്ക്കുള്ള ഒരു ഫോട്ടോ ഫോണിൽ തന്നാലും തരാം. ഇത് ഇതിനകത്തെ കുറിച്ചല്ല, ഇതിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ് അത് എന്നെപ്പറ്റി എഴുതിയേക്കുന്നതില്ല. എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാ പ്രവർത്തനവും കൂട്ടിച്ചേർത്ത് എഴുതിയേക്കുന്നത്. വറ്റാത്ത നീരുറവ എന്ന് എഴുതിയേക്കുന്നത്. ഇത് ആരെങ്കിലുമൊക്കെ കണ്ടെടുത്ത് ഓരോ മാഗസിനിലൊക്കെ വന്നേക്ക് നോക്കി കിട്ടിയേക്കുന്നതാണ്. ഏത് മാഗസിനാണ്? ഏത് മാഗസിനാണ്? ഷാലോ ഷാലോ. ഇതല്ല ഷാലോ. വർഷങ്ങളായിട്ട് 10-12 വർഷമായിട്ട് തന്നെ പൊതുപ്രവർത്തനമാണ്. ഇപ്പോൾ അതിനുപരി ഈ പറഞ്ഞതുപോലെ പല സംഘടനയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി. പിന്നെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ഞാൻ വെളിനാട്ടിൽ ആൻഡമാൻ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം എയർഫോഴ്സിലായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു. പക്ഷേ ഇത്രയും വൃത്തികെട്ട ഒരു സ്ഥലം കേരളം വൃത്തികെട്ടെന്ന് പറഞ്ഞാൽ ഈ പരിസ്ഥിതി മുഖാന്തരം ഈ പറഞ്ഞതുപോലെ ഇത്രയും നീച്ച ആൻഡമാൻ നല്ല സ്ഥലമാണ്. ആൻഡമാനിൽ പോയിട്ടില്ല, ആൻഡമാനിൽ പോയിട്ടില്ല. കാരണം കപ്പൽ എനിക്ക് പേടിയായിരുന്നുകൊണ്ട് അന്ന് ഫ്ലൈറ്റില്ലായിരുന്നു കൊണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല.
പക്ഷേ ഇപ്പം ഞാൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇത്രയും വൃത്തികേട് എന്നുവെച്ചാൽ മാലിന്യങ്ങൾ ഒരുപാട്. എല്ലാവരും വേസ്റ്റുകൾ ഈ നദിയിലോട്ടാണ് ഒഴുക്കുന്നത്. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ കക്കൂസ് മാലിന്യം വരെ നദിയിലോട്ട് കുഴൽ വെച്ച് കേരളത്തിൽ അതിന് അനുവാദം കൊടുത്ത ഗവൺമെൻറ്റിനെതിരെ നമ്മൾ രൂക്ഷമായിട്ട് നമ്മൾ പ്രതികരിക്കണം. ഈ മാഡം പറഞ്ഞതുപോലെ അതിന് പ്രതികരിക്കാതിരുന്നാൽ ഈ പറഞ്ഞതുപോലെ നമുക്കത് എപ്പോഴും പ്രതികരണമാണല്ലോ ആവശ്യം. അത് നടപ്പാക്കണം. നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയിൽ കൂടെ നിൽക്കണമെന്ന് അഭിപ്രായപ്പെടുന്നു. നേരത്തെ ഫോൺ നമ്പർ തരാമോ? 7025 227700. സ്ഥലം ചെട്ടുകുളങ്ങര, കായംകുളം. പേര് വിനോദിനി നായർ. പരിസ്ഥിതിയെ സംബന്ധിച്ച് എനിക്ക് അർജൻറ്റായിട്ട് പറയണമെന്ന് പണ്ടേ ആലോചിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ മാലിന്യം സംസ്കരിക്കാൻ, പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യം സംസ്കരിക്കാൻ കേരളത്തിലാകെപ്പാടെ ഇവിടെ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, ചേർത്തല. അപ്പോൾ ഈ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ ഈ കേരളം മുഴുവൻ ആകെപ്പാടെ കക്കൂസ് മാലിന്യം സംസ്കരിക്കാനൊരു സ്ഥലമുള്ളൂ. അത് ബോട്ടിൻ്റെ ബോട്ടിൻ്റെ എങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരെണ്ണേ ഉള്ളൂ, വേറെ ഒരിടത്തും ഇല്ല. അത് വർക്ക് ചെയ്യുന്നില്ല. ആ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഈ കക്കൂസ് മാലിന്യം എല്ലാ ദിവസവും കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കളക്ട് ചെയ്യപ്പെടുന്നവർ ഇത് കൊണ്ടുപോയി പുഴകളിൽ തള്ളുക, പുഴകളിലെ റോഡിലൊക്കെ ചുമ്മാ തള്ളുക. അല്ലാണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ മാലിന്യം കളക്ട് ചെയ്തിട്ട് അത് ഡെയിലി അതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർ പിന്നെ ഇത് എവിടെ കൊണ്ടേ കളയും? അവർക്ക് എങ്ങനെ പത്രത്തിൽ പരസ്യമുണ്ട് എന്നും ഇത് മാലിന്യം ഉണ്ട്. അത് ലോറിക്കാരാ ഇത് കളക്ട് ചെയ്യുന്നവരാ. അവർ കൊണ്ടുപോയി ഇങ്ങനെ ഈ പുഴയിൽ ഒഴുക്കുക, പുഴയിൽ ഒഴുക്കുന്നു, റോഡിലൂടെ ഒഴുക്കുന്നു, എവിടെ ആളില്ലാതെ കാണുന്നു അവിടെ തട്ടുക. അപ്പോൾ ഇത് പോലീസിനും അറിയാം. അപ്പോൾ ഈ പോലീസിന് ഇങ്ങനെയുള്ളിടത്ത് അവരുടെ നിന്ന് പൈസ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവർ എന്നാ ചെയ്യാൻ പറ്റും? പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ സംസ്കരിക്കാൻ പറ്റും? അത് വാസ്തവം പറഞ്ഞാൽ ഞാൻ പറയുന്ന എല്ലാ ജില്ലകളിലും ഈ കക്കൂസ് മാലിന്യം കൊണ്ട് ഡംപ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. അതില്ലെങ്കിൽ ഇവരെവിടെ മലബാറിൽ കിടക്കുന്നവർ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തല കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും. തിരുവനന്തപുരത്തുള്ളവർക്ക് ഇവിടെ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തലത്തിലുള്ള സംസ്കരിക്കുന്ന സംവിധാനം ഉണ്ടാവും. കക്കൂസ് മാലിന്യം പക്ഷെ ഒരെണ്ണമെങ്കിലും ഒരു ജില്ല കക്കൂസ് മാലിന്യം എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. ശുദ്ധജലത്തിൽ എത്രയെല്ലാം രോഗങ്ങൾ വരുന്നു. ഈ സിനിജയുടെ ഒരു ചെറിയ പ്രവർത്തിക്കാനാണ് താല്പര്യം. അതായത് കുട്ടികളും ഒക്കെ നേരിടുന്ന പല പല പീഡനങ്ങളുണ്ട്. പിന്നെ വീടുകളിൽ സ്ത്രീകളും നേരിടുന്ന, അതോടൊപ്പം ജോസഫ് സാറിനോട് കൂടെ നിന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യം. ഞാൻ ചേർത്തല ഇതിൻ്റെ വനിതയുടെ ഇതാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ, അപ്പോൾ അത് എനിക്ക് പ്രവർത്തിക്കാനാണ് താല്പര്യം. നേരത്തെ പരിസ്ഥിതിക്ക് അത് ദോഷം വരുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പൊതുവായിട്ട് അങ്ങനെ വന്നിട്ടില്ല. എന്നാലും കുട്ടികൾക്ക് നേരിടുന്ന കാര്യങ്ങളിലാണ് ഞാൻ കൂടുതൽ ഇടപെട്ടിട്ടുള്ളത്. കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അതിനകത്തൊക്കെ അതിനകത്താണ് ഞാൻ കൂടുതൽ. അതിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കല്ല, ഏത് കുട്ടികൾക്കും പൊതുവായിട്ട് കണ്ടാൽ ഞാൻ ചാടി വീഴാറുണ്ട്. എനിക്ക് അത് എല്ലാ കാര്യങ്ങൾക്കും. ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ സംസ്ഥാനം മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും മയക്കുമരുന്ന് മാഫിയ ഏറ്റെടുത്തിരിക്കുകയാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അവർ പോലും ഇന്ന് മയക്കുമരുന്നിൻ്റെ അടിമകളായിരിക്കുക. അതാത് ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠികൾ തന്നെ മറ്റു കുട്ടികൾക്ക് ഇത് കൊടുത്ത് അവരെ ഇതിന് അടിമകളാക്കിയിരിക്കുന്ന രംഗമാണ് കാണുന്നത്. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസത്തിൽ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ പോലീസ്, നമ്മുടെ പൊതുജനങ്ങൾ, രക്ഷിതാക്കൾ, അധ്യാപകർ ഒക്കെ അതീവ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ കുട്ടികളിൽ പടർന്നു പിടിക്കുന്ന മയക്കുമരുന്ന് ലോബിയുടെ കടുംപിടുത്തം. മട്ടന്നൂരിൽ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തലകറങ്ങി. കുട്ടിയെ പരിശോധിച്ചപ്പോൾ കുട്ടി ഗർഭിണിയാണ്. ആ ക്ലാസ്സിൽ പഠിക്കുന്നൊരു ആൺകുട്ടി, ആ പെൺകുട്ടിക്ക് 2-3 പ്രാവശ്യം MDMA കൊടുത്തു.
പിന്നെ ആ കുട്ടി ചോദിച്ചപ്പോൾ കാശ് വേണമെന്ന് പറഞ്ഞു. കാശില്ലാതെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടി അതിൻ്റെ ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി. അവരാരൊക്കെ ആ കുട്ടീനെ ആക്രമിച്ചിട്ട് പീഡിപ്പിച്ചെന്ന് പറയാൻ പറ്റിയല്ല. അങ്ങനെ 9 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട്. ആ രീതിയിൽ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് മയക്കുമരുന്നിൻ്റെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളത്ത് പിടിച്ച് 25,000 കോടിയുടെ മയക്കുമരുന്നാണ് നമ്മുടെ സംഘടന ഈ മേഖലയിൽ സ്കൂളുകളിൽ ക്ലാസ് എടുക്കുക. ഈ വർഷം മുതൽ ഈ മയക്കുമരുന്നിനെതിരെ കുട്ടികളിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓണപരീക്ഷയ്ക്ക് ശേഷം അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തുടങ്ങി. കുട്ടികളെ ഈ സംഘടന മാത്രം പോരാ, കുട്ടികളുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളുള്ളവർ കൈകോർത്തില്ലെങ്കിൽ നമ്മൾ തൂങ്ങി നിൽക്കുന്ന കേരളത്തെ കാണാൻ പോകും. ഭാവി തലമുറ കൊണ്ട് നമുക്ക് ഉപകാരപ്പെടാണ്ടാവും. സാറേ, ഒരു വാക്ക് പറയട്ടെ. ഈ മയക്കുമരുന്നിനകത്ത് ഒരു സാമ്പത്തിക ആസ്പെക്റ്റ് ഉണ്ട്. അത് ഉറപ്പായിട്ടുണ്ട്. അതായത് കേരളത്തിലെ സകല കുടുംബങ്ങളും എന്ന് പറഞ്ഞാൽ ശമ്പളം മേടിക്കുന്നവരും അല്ല പെൻഷൻ മേടിക്കുന്നവരും മാത്രമേ കാശ്, അല്ലെങ്കിൽ വിദേശത്തുനിന്ന് കാശ് കിട്ടുന്നവർ മാത്രമേ പൈസ സാമ്പത്തികം. അപ്പോൾ ഈ കുട്ടികൾക്ക് അവർക്ക് പോക്കറ്റ് മണി വേണം, അവരുടെ പേരൻസിന് വരുമാനമില്ല, തൊഴിലില്ല, യാതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇച്ചിരി പൈസ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഒരു പൊതി കൊടുത്താൽ മതി. ഞാൻ പല കുട്ടികളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്കെല്ലാം ഒരു പൊതി കൊടുത്താൽ മതിയല്ലോ. ഇതാണ് ഈ സാമ്പത്തിക വശമാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ സാമ്പത്തിക മേഖലയ്ക്കൊരു പരിഹാരം കാണാത്തിടത്തോളം കാലം പോലീസോ ആരെന്നെ ചെയ്താലും ഇതിനൊരു മാറ്റം ഉണ്ടാകും. സാറിൻ്റെ ഫോൺ നമ്പർ പറയാമോ? എൻ്റെ ഫോൺ നമ്പർ 9074 03 95 48. 212 46 185. 89 212 46 185. സിനിജ ചേർത്തല. അപ്പോൾ ടീമിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ച് ഏത് വർഷമായിരുന്നു? 2008. അന്ന് എത്ര പേർക്ക് കിട്ടിയ അവാർഡ്? അന്ന് കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ബെസ്റ്റ് നേഴ്സ് അവാർഡ് എന്ന് പറഞ്ഞാൽ എനിക്കായിരുന്നുണ്ടായിരുന്നു. പിന്നെ HIV/AIDS പ്രവർത്തിക്കുന്ന വേറെ സിസ്റ്ററിനുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലുണ്ടായിരുന്നത് എനിക്കായിരുന്നു. എന്ത് പരിഗണിച്ചായിരുന്നു? ബെസ്റ്റ് നേഴ്സ് ഇൻ ഇന്ത്യ. ബെസ്റ്റ് നേഴ്സ് ഇൻ ഇന്ത്യ, ബെസ്റ്റ് ടീച്ചർ, ബെസ്റ്റ് നഴ്സ്, ബെസ്റ്റ് കലാകാരന്മാർക്കില്ല. അതെ ഓരോ കമ്മ്യൂണിറ്റിയിലാണ് അവാർഡ്. അത് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ മാത്രമല്ല, ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ ഔട്ട്റീച്ച് പ്രോഗ്രാം, പബ്ലിക് നഴ്സിംഗ്, കമ്മ്യൂണിറ്റികൾക്ക് നഴ്സിംഗ് അല്ലെങ്കിൽ പബ്ലിക് നഴ്സിംഗ്. പരിസ്ഥിതി മേഖലയിൽ ഏതെങ്കിലും അവാർഡുകൾ ലഭിച്ചിട്ടില്ല? പരിസ്ഥിതി മേഖലകളിൽ അവാർഡുകളല്ല, നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അവാർഡുകളായിട്ട് പ്രത്യേകം അത് തന്നെ അവാർഡാണ്. അത് തന്നെ നമ്മൾ ഒന്നിച്ച് കൂട്ടായ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വലിയതാണ്. പിന്നെ നമ്മളതിന് മുന്നോട്ട് നിൽക്കും. ഒരിക്കലും നമ്മൾ പറ്റുകയില്ല, നമ്മൾ മാറി നിൽക്കില്ല. ഏത് പ്രവർത്തനത്തിനും ആയിട്ട് ഞങ്ങൾ ഇറങ്ങി കുട്ടികളെ വർക്ക് വേസ്റ്റ് ചെയ്യുക, സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോവുക, സ്കൂളുകൾ കുട്ടികളായിട്ട് മനസ്സിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലില്ല. നമ്മുടെ കൂട്ടായ പ്രവർത്തനം അതൊരു ശാക്തീകരണമായിരുന്നു. അപ്പോൾ അടുത്ത നൂറ്റാണ്ടിൽ ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കും ഏറ്റവും വലിയ പ്രോബ്ലം. ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും കാലാവസ്ഥ പ്രവർത്തനം എല്ലാവരും അതിന് വേണ്ടിയിട്ടായിരിക്കണം. ഞങ്ങൾ ഇന്നോ ഇന്നലെ കണ്ടതല്ല ഇത്. നേരത്തെ നമ്മൾ ഓസോൺ പാളിയിലെ വിള്ളലുകൾ പോലെ അന്ന് പറയുന്നതാണ്. ഇന്നിപ്പോൾ അത് കൂടുതലായിട്ട് വരുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ള ഇപ്പോൾ മനുഷ്യൻ അറിഞ്ഞു വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും മറ്റൊരു മനുഷ്യർ ഇനി സഹകരിക്കണമെന്നുള്ള ഒരു ഇതിലേക്ക് വരും. കാരണം ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ട്രെയിൻഡ് നേഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരള സ്റ്റേറ്റിൻ്റെ കേരള ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി ആയിട്ട് 5 വർഷം ഉണ്ടായിരുന്നു. നാഷണൽ ലെവലിൽ കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെ ചെയർപേഴ്സണായിട്ട് 2 വർഷം. പിന്നെ വൈസ് പ്രസിഡൻ്റായിട്ട് കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെ 2 ടേം 4 വർഷം വീതം. ഒരുപാട് സേവനം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ദൈവം തന്നേക്കുന്ന പങ്കുവയ്ക്കുക എന്നുള്ളത്. കഴിവുകൾ എന്ത് തന്നിട്ടുണ്ട്, ആ കഴിവുകൾ സ്വന്തമല്ല, ദൈവം തന്നിരിക്കുന്ന ദാനമായിട്ട് കഴിവിനെ പങ്കുവയ്ക്കുക.